നമസ്കാരം. വി.ഡി. സതീശന്റെ ബജറ്റിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ലോകത്തെ ഏത് വമ്പൻ കപ്പലിനും അടുക്കാനാവുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധമായി കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമായാൽ കേരളം കടൽ ശക്തിയായി മാറുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. മദർഷിപ്പുകൾ നിർമ്മിക്കാനും അറ്റകുറ്റപ്പണികൾക്കുമുള്ള കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് അത് കൈമാറുമെന്നാണ് ബഡ്ജറ്റിലെ പ്രഖ്യാപനം. കടലിന് അഭിമുഖമായി 1 കിലോമീറ്റർ ദൂരത്തിൽ 2500-3000 ഏക്കർ വിസ്തൃതിയിൽ ഭൂമി കണ്ടെത്താൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു. കപ്പൽ നിർമ്മാണ പദ്ധതികൾക്ക് 20,000 കോടിയുടെ കേന്ദ്ര പാക്കേജുമുണ്ട്. കപ്പൽശാലയ്ക്ക് പൊതുവെ സ്വകാര്യ പങ്കാളിത്തമാണ് പരിഗണിക്കുന്നത്. ഇത്രയും ഭൂമി കണ്ടെത്താനാവുമോ എന്ന് മാരിടൈം ബോർഡ് പരിശോധിക്കുന്നുണ്ട്. ബാർജുകളും ടഗുകളും മിനി ക്രൂയിസുകളുമൊക്കെ നിർമ്മിക്കുന്നതിനുള്ള ഭൂമി പലയിടത്തായി കണ്ടെത്തുന്നതും പരിഗണനയിലാണ്. മാരിടൈം അമൃത്കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തിയാൽ കേന്ദ്ര സഹായം ഉറപ്പാണ്. 80 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് കേന്ദ്രം ആ വഴിക്ക് നടപ്പാക്കുന്നത്. ഏകോപനത്തിന് മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്താൻ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കഴിഞ്ഞ പിണറായി സർക്കാർ അത് അത്ര ഗൗനിച്ചിരുന്നില്ല. വിഴിഞ്ഞത്തിന് 10 കിലോമീറ്ററിനടുത്ത് പൂവാറിൽ കപ്പൽശാലയ്ക്ക് സാധ്യതാ പഠനം നടത്തിയിരുന്നു. 1/2 കിലോമീറ്റർ വരെ കടലിന് 13 മീറ്റർ സ്വാഭാവിക ആഴമുള്ളതിനാൽ ഇടയ്ക്കിടെ ഡ്രെഡ്ജിംഗ് വേണ്ടിവരില്ലെന്നും 20,000-ലേറെ കണ്ടെയ്നറുകൾ വഹിക്കാനാവുന്ന മദർഷിപ്പുകൾ പോലും നിർമ്മിക്കാൻ അനുയോജ്യമാണെന്നും കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര കപ്പൽശാലയിലേക്ക് 10 നോട്ടിക്കൽ മൈൽ ദൂരമേ ഉള്ളെന്നതും അനുകൂല ഘടകമാണ്. കപ്പൽശാല വന്നാൽ വൻതോതിൽ നിക്ഷേപവും തൊഴിലവസരവും ഉണ്ടാകും. കടലിന് അഭിമുഖമായി 2500 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതാണ് ഇപ്പോഴത്തെ വെല്ലുവിളി. വാണിജ്യ കപ്പലുകൾ നിർമ്മിക്കാൻ തക്ക ആഴമുള്ള തീരക്കടൽ വേണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. കൊറിയൻ കമ്പനിയായ ഹുണ്ടായിയുമായി ചേർന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ 38,000 കോടി ചെലവിൽ കപ്പൽശാലയ്ക്ക് തമിഴ്നാട് നടപടി തുടങ്ങി. കേന്ദ്രത്തിൻ്റെ പ്രാഥമിക അനുമതി ലഭിക്കുകയും ചെയ്തു അവർക്ക്. HD കൊറിയ ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയുമായി ചേർന്ന് കമ്പനിയും ഉണ്ടാക്കി. തീരദേശ സംസ്ഥാനങ്ങളിൽ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ് കേന്ദ്രത്തിൻ്റെ മാരിടൈം അമൃത്കാൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി. 80 ലക്ഷം കോടിയുടെ പദ്ധതിയാണിത്. കപ്പൽ നിർമ്മാണ, അറ്റകുറ്റപ്പണി ക്ലസ്റ്ററുകൾ, റിവർ ക്രൂയിസ് പദ്ധതികൾ, ഉൾനാടൻ ജലഗതാഗത പദ്ധതികൾ, തുറമുഖങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതോടൊപ്പം തൊഴിലവസരങ്ങളിൽ തീരപ്രദേശത്തിൽ ഉള്ളവർക്ക് സംവരണം നൽകുമെന്നുമാണ് മുഖ്യമന്ത്രി V.D. സതീശൻ വ്യക്തമാക്കിയത്. ഇത് ആശാവഹമായതും പ്രതീക്ഷയുള്ളതുമായ ഒരു പ്രഖ്യാപനമാണ്. ഇത് നടപ്പാക്കിയാൽ ഇവിടുത്തെ യുവതിയുവാക്കൾക്ക് പഠനത്തിനോ അല്ലെങ്കിൽ ജോലിക്കോ അതുമല്ലെങ്കിൽ കുടിയേറ്റത്തിനോ ഒന്നും പാശ്ചാത്യ രാജ്യങ്ങൾ തേടി പോകേണ്ടതില്ല. അവിടെയുള്ളവർ പോലും ഇങ്ങോട്ടേക്ക് എത്തും. ആ ഒരു സാധ്യതയാണ് നമ്മുടെ മുന്നിൽ തുറന്നു തന്നിരിക്കുന്നത്.